ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. ബിലാൽ പറഞ്ഞ പോലെ കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചിയൊന്നുമല്ല. കൊച്ചി മെട്രോ സിറ്റി എന്ന പേരിൽ നിന്ന് മാറ്റി ഒരു ഡ്യുവൽ മെട്രോ സിറ്റി എന്ന ഒരു പേരിലോട്ട് കുതിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊച്ചി വാട്ടർ മെട്രോയിലുള്ള നമ്മുടെ ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. അതായത് ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോ സ്റ്റേഷനിൽ. ഇപ്പോൾ കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചിയൊന്നുമല്ല. കൊച്ചിയിൽ 2 മെട്രോ സംവിധാനങ്ങളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ മെട്രോയും മറ്റേത് വാട്ടർ മെട്രോയും. നമ്മളേതായാലും വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അകത്തായിട്ട് കയറുവാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു സ്റ്റേഷൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാവിലെ ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും തോന്നുന്നില്ല. 40 രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ് ചാർജായിട്ട് ഫോർട്ട് കൊച്ചി വരെ വാങ്ങിയത്. നമുക്കൊരു PVC ടൈപ്പ് കാർഡാണ് ടിക്കറ്റായിട്ട് തരുന്നത്. നമ്മൾ ആ ഒരു കാർഡൊക്കെ മേടിച്ച് ഈ ഒരു ബിൽഡിംഗ് നമ്മൾ നോക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. കാരണം നമുക്ക് സാധാരണ നമ്മൾ കാണുന്ന ബോട്ട് ജെറ്റുകൾ എന്ന് പറയുന്ന ഒരു പുരാതന സങ്കല്പം ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മാറി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഉള്ള അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടം. നമ്മളേലും ഇതിൻ്റെ അകത്തോട്ട് കയറുവാണ്. കൊച്ചിയിൽ മെട്രോ വന്നപ്പോൾ തന്നെ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കൊച്ചി ഒരു മെട്രോ സിറ്റിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു വാട്ടർ മെട്രോ സംവിധാനമാണ് നമ്മൾ കൊച്ചിയിൽ പോന്നിട്ടുള്ളത്. നമ്മളേതായാലും ആ ഒരു മെട്രോ യാത്രയാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. 100-140 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ പുതിയ നല്ല വീഡിയോകൾ നമ്മൾ ഇനിയും ഇടുന്നതാണ്. നമ്മളേതായാലും മെട്രോയ്ക്കകത്തേക്ക് കയറുകയാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും വരുന്ന മെട്രോയ്ക്കകത്തേക്ക് കയറുകയാണ്. ഈ മെട്രോയിലോട്ട് കയറുന്ന ഭാഗം പോണ്ടൂൺ എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് പോണ്ടൂൺ തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് ട്രെയിനിലൊക്കെ അനൗൺസ് ചെയ്യുന്നത് പോലെ മെട്രോയുടെ നമ്പറും വാട്ടർ മെട്രോയുടെ നമ്പറും അത് പോകുന്ന റൂട്ടും എല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് എനിക്ക് നല്ല ഉപകാരമായിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക്, അതും എല്ലാ ഭാഷയിലും, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അനൗൺസ് ചെയ്യുന്നത് വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ടൂറിസ്റ്റാണ് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണ് ഈ ഒരു മെട്രോ സംവിധാനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നി. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്താണ് കയറുന്നത്. കാരണം ശരിക്കും ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ടൂറിസം വികസനത്തിനും അല്ലാതെ എല്ലാ തരത്തിലുള്ള വികസനത്തിനും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മെട്രോയ്ക്കകത്തേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മുടെ സാധാരണ ഒരു മെട്രോ സംവിധാനത്തിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. സാധാരണ നമ്മൾ കയറുന്ന സർക്കാർ ബോട്ടുകളിൽ നിന്നും ഒരു 100 മടങ്ങ് ഉയർന്ന നിലവാരത്തിലാണ് ഇതിൻ്റെ ഒരു സൃഷ്ടി എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം ആളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫോർട്ട് കൊച്ചി ലക്ഷ്യമാക്കി പയ്യെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡും അതിൽ കൃത്യമായിട്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഈ ബോട്ടിനെ പറ്റിയിട്ടും നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ബോട്ടിനെ പറ്റിയിട്ടും അതിലെ സുരക്ഷാ ക്രമീകരണങ്ങളെ പറ്റിയിട്ടുമാണ് ഇവിടെ ഈ വിഷ്വൽ പ്രസൻറ്റേഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് എക്സിറ്റ് ഡോറുകൾ, എമർജൻസി എക്സിറ്റ് ഡോറുകൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നു. അതുപോലെ നമുക്ക് വേണ്ട ലൈഫ് ജാക്കറ്റുകൾ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടിയിലാണ്. അതെങ്ങനെ എടുക്കണം, അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം ഒരു വിഷ്വൽ പ്രസൻറ്റേഷനിലൂടെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ യാത്രക്കാർക്ക് ഉപകാരപ്പെടും. അതായത് എന്തെങ്കിലും തരത്തിലുള്ളൊരു അപകടം ഉണ്ടായി ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളത് ഹൈക്കോർട്ട് സ്റ്റേഷനോട് പയ്യെ യാത്ര പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫുള്ളി സോളാർ പവറിലാണ് ഈ ഒരു മെട്രോ സംവിധാനം റൺ ചെയ്യുന്നത്.
അതായത് 0 കാർബൺ എമിഷൻസ് ആണ്. നമ്മൾ പയ്യെ കൊച്ചിയുടെ ആ ഒരു തീരത്തു നിന്നുള്ള കാഴ്ചകൾ, നമ്മൾ ഈ മറൈൻ ഡ്രൈവിലൊക്കെ ഒരുപാട് നാൾ വന്നിരുന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കടലിലോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ കായലിലോട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഒരുപാട് ബോട്ട് സർവീസുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർ പറയുന്ന ചാർജ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ഒരാൾക്ക് 200-250 രൂപ ചോദിക്കുമ്പോൾ ഈ വാട്ടർ മെട്രോയിൽ വെറും 40 രൂപയ്ക്ക് നമുക്ക് ഈ കാഴ്ചകൾ, അതും മനോഹരമായ ഒരു AC ബോട്ടിലിരുന്നു കൊണ്ട് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിൽ പരം ആനന്ദം വേറെന്താണുള്ളത്. നമ്മൾ ആ കൊച്ചിയുടെ കായലിലൂടെ, ശാന്തമായിട്ട് കിടക്കുന്ന കൊച്ചിയുടെ കായലിലൂടെ മുമ്പോട്ട് പോവുകയാണ്. വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണെന്ന് തോന്നുന്നു കാണുന്നത്. ഏപ്രിൽ 26 നമ്മുടെ ഈ ഒരു വാട്ടർ മെട്രോ സംവിധാനം നിലവിൽ വരുന്നത്. ഇന്ത്യയിലെയും ഏഷ്യയിലും തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാണിത്. നമ്മളീ കാണുന്നത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഭാഗമാണ്. നമ്മളിതിനു മുമ്പിലൂടെ ഒരുപാട് തവണ ബൈക്കിനും ബസ്സിനൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരം ഈ ഒരു വാട്ടർ മെട്രോ സർവീസ് തന്നെയാണ്. ആളുകളെല്ലാം കായലിൻ്റെയും ആ ഒരു കണ്ടെയ്നർ ടെർമിനലിൻ്റെയും കാഴ്ചകളിൽ മുഴുകിയിരിക്കുകയാണ്. എന്ന് പറയുന്നൊരു കപ്പൽ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരയിലോട്ട് ഇറക്കുകയാണ്. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ചിലപ്പോൾ പലർക്കും ആദ്യത്തെ ഒരു കാഴ്ചയായിരിക്കും. വെറും 40 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ടും, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയിലോട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനാവും. അതും നല്ല ഒരു മോഡേൺ അമ്യൂണിറ്റീസ് ഉള്ള ഒരു ബോട്ട് സർവീസിൽ. ഈ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലോട്ടൊക്കെ നടത്തുന്ന ബോട്ട് സർവീസുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നിലവാരം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഒരു വാട്ടർ മെട്രോയുടെ നിലവാരം എത്ര മടങ്ങ് ഉയരത്തിലാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ പ്രൊജക്റ്റുകൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ടൂറിസം വികസനത്തെ എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ളതും ഞാൻ ചിന്തിച്ചു. അകലെ നിന്ന് മറ്റൊരു കപ്പൽ കൂടി വരുന്നുണ്ട് നമുക്ക് തോന്നുന്നു. അതിൻ്റെ ഇരുവശങ്ങളുമായി ബോട്ടുകൾ അതിനെ കെട്ടി കരയിലോട്ട് വലിക്കുകയാണ്. കാരണം കടലിൽ നിന്ന് കായലിലോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാനായിരിക്കും അത്തരത്തിൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ആദ്യം കപ്പലിൻ്റെ പുകയാണെന്നാണ് കരുതിയത്, പക്ഷെ അത് കപ്പലിൻ്റെ പുകയല്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് നമ്മുടെ ഈ ഒരു വാട്ടർ മെട്രോ സംവിധാനം റൺ ചെയ്ത് തുടങ്ങിയത്. അന്നു മുതൽക്കേ ഈ ഒരു സംവിധാനത്തിൻ്റെ പിതൃത്വത്തെ പറ്റി ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായിരുന്നു. എന്നിരുന്നാലും ഉള്ള കാര്യം പറയാമല്ലോ, ഈ ഒരു പ്രൊജക്റ്റിന് കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരുവിധ പിന്തുണ മീൻസ് സാമ്പത്തിക പിന്തുണയും ലഭിച്ചിട്ടില്ല. ഇത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രൊജക്റ്റാണ്. MSC എന്ന് പറയുന്ന ഒരു ഷിപ്പ് നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ടെർമിനലിലോട്ട് എത്തുകയാണ്. ഇതിൻ്റെയൊക്കെ മുഴുവൻ പേരറിയാവുന്ന ഒന്ന് പറയണം കേട്ടോ. ഏതായാലും ആ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമ്മുടെ വാട്ടർ മെട്രോയെ പറ്റിയിട്ടുള്ള ഒരു വിഷ്വൽ പ്രസൻറ്റേഷനാണ് നടക്കുന്നത്. 10 ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു വാട്ടർ മെട്രോ സംവിധാനത്തെ പറ്റിയിട്ടാണ് ആ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ കാണിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് മാപ്പ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 7 റൂട്ടുകളിലാണ് നിലവിൽ വാട്ടർ മെട്രോ ഉള്ളത്. അതാണ് ഈ ഒരു വാട്ടർ മെട്രോയുടെ ഫേസ് 1 എന്ന് പറയുന്നത്. ഇവിടെ 34,000 ഡെയിലി റൈഡർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ 2023 ഏപ്രിൽ തുടങ്ങി ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം വരെ ഏകദേശം 2 കോടിയിലധികം ആളുകൾ ഇതുവരെ ഈ ഒരു മെട്രോ സേവനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ തന്നെ ഇത് കാർബൺ എമിഷൻസ് തീരെ കുറവ്, അല്ലെങ്കിൽ 0 ആണ്. അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഫുള്ളി ബാറ്ററി പവറിലാണ് ഈ ഒരു ബോട്ട് സഞ്ചരിക്കുന്നത്.
അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് ആണ് ഇതെല്ലാം. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവണം. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കായലുകളും അല്ലെങ്കിൽ നദികളും കൊണ്ട് സമൃദ്ധമായ ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് ആലപ്പുഴയിലോട്ടൊക്കെ പോകുന്ന ബോട്ട് ഈ സർക്കാർ പ്രതിനിധികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ പ്രതിനിധികളൊന്ന് പോയി കാണേണ്ടതാണ്. നമ്മളേതായാലും ആ ഒരു MSC എന്ന് പറയുന്ന ഷിപ്പിനെ മറികടന്ന് മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മൊത്തം 7 റൂട്ടുകളിലാണ് നിലവിൽ ഈ ഒരു വാട്ടർ മെട്രോ സംവിധാനം റൺ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വന്ന ഹൈക്കോർട്ട് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ഒരു റൂട്ടും, അതുപോലെ തന്നെ വൈറ്റിലിൽ നിന്ന് കാക്കനാട് റൂട്ടും, അല്ലെങ്കിൽ ബോൾഗാട്ടി, സൗത്ത് ചിറ്റൂർ, ചേരാനെല്ലൂർ, ഏലൂർ, ഈ റൂട്ടുകളിലെല്ലാമാണ് ഇപ്പോൾ നിലവിൽ വാട്ടർ മെട്രോ ഉള്ളത്. ഏകദേശം 43 ബോട്ടുകൾ ആണ് നമുക്ക് സർവീസ് നടത്തുന്നത്. നമ്മൾ ഫോർട്ട് കൊച്ചി അടുക്കുകയാണ്. നമ്മൾ ആ ഫോർട്ട് കൊച്ചിയുടെയും ഈ പറഞ്ഞ കായലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിലും മനോഹരമായ ഒരു ദൃശ്യമാണിത്. നമ്മൾ ഫോർട്ട് കൊച്ചി പോണ്ടൂണിലേക്ക് ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ ബോട്ട് വന്നിറങ്ങുന്ന ഈ ഒരു ഇതിനെ പോണ്ടൂൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചി പോണ്ടൂണിലോട്ട് അടുക്കുകയാണ്. ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ കാലുകുത്തി തിരിച്ച് ഇതേ വാട്ടർ മെട്രോയ്ക്ക് തന്നെ ഹൈക്കോർട്ടിലോട്ട് പോകാനാണ് നമ്മുടെ ഉദ്ദേശം. കാരണം നമ്മൾ ഫോർട്ട് കൊച്ചി കാണാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഈ മെട്രോ സംവിധാനം കാണുക, മനസ്സിലാക്കുക, ഇതിനെപ്പറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഏതായാലും മനോഹരമായ കാഴ്ചകൾ കണ്ട് എല്ലാവരും സന്തോഷവാന്മാരായി അല്ലെങ്കിൽ സന്തോഷവതികളായി ഇറങ്ങുകയാണ്. എല്ലാവർക്കും നന്ദിയും പറയുന്നുണ്ട്. ഈ ചീനവലകളൊക്കെ നല്ല മനോഹരമായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് കാണാം. ആകാശത്തിൻ്റെയും ആ ഒരു കായലിൻ്റെയും നിറമില്ല. കാരണം നമ്മൾ ഈ ഒരു യാത്ര നടത്തുന്നത് രാവിലെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ഒരു കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും നല്ല സമയം ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു റൈഡ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഫോർട്ട് കൊച്ചി പല ഭാഷകളിലും, അതായത് പല കൾച്ചറുകളുടെ ഒരു പ്രദേശം കൂടിയാണല്ലോ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. ആ ഒരു പല ഭാഷകളിൽ ഇവിടെ കൃത്യമായിട്ട് മൈ ഫോർട്ട് കൊച്ചി, എൻ്റെ ഫോർട്ട് കൊച്ചി എന്നർത്ഥം വരുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടിക്കറ്റ് കാണിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയുടെ മണ്ണിലൊന്ന് കാലുകുത്തണം. ഒരുപാട് വിദേശികൾ എല്ലാം കാലുകുത്തിയ മണ്ണാണല്ലോ. അപ്പോൾ നമ്മുടെ കാൽപാദം കൂടി ഒന്ന് പതിഞ്ഞോട്ടെ. ഇതിനു മുമ്പ് നമ്മളും ഒരുപാട് തവണ ഫോർട്ട് കൊച്ചി വന്നിട്ടുണ്ട്. എന്നാൽ കായൽ മാർഗം പണ്ട് വിദേശികളും വന്നത് ആ ഒരു തരത്തിലാണല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ വരുന്നത്. നമ്മളും അങ്ങനെ കായൽ മാർഗം ഫോർട്ട് കൊച്ചിയുടെ മണ്ണിൽ കാലുകുത്തിരിക്കുകയാണ്. കാല് കുത്തുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, വെട്ടിപ്പിടിക്കാനൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ തിരികെ ഇതേ ബോട്ടിൽ കയറി തിരിച്ച് എറണാകുളത്തിൻ്റെ അല്ലെങ്കിൽ ഹൈക്കോർട്ടിൻ്റെ മണ്ണിലോട്ട് പോവുകയാണ്. നമ്മളേലും വന്ന ബോട്ടിൽ തന്നെയാണ് തിരികെ ഹൈക്കോർട്ടിലോട്ടും പോകുന്നത്. നല്ല അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ബോട്ടാണ് ഈ ഒരു സർവീസിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള 43ഓളം ബോട്ടുകളാണ് നിലവിലുള്ളത്. അത് 78 ബോട്ടുകളിലാക്കി ഏകദേശം 15 മറ്റോ റൂട്ടുകളിലേക്ക് അല്ലെങ്കിൽ 38 ടെർമിനലുകളിലേക്കുള്ള സർവീസ് വ്യാപിപ്പിക്കാനാണ് നമ്മുടെ ഈ ഒരു വാട്ടർ മെട്രോ സംവിധാനം ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ഒരു ഫോർട്ട് കൊച്ചിയോട് അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ടെർമിനലിനോട് യാത്ര പറഞ്ഞ് ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു കായലിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു പ്രൊജക്റ്റിന് ആകെ ചിലവ് വന്നിട്ടുള്ളത് 820 കോടി രൂപയാണ്. ഈ 820 കോടി എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെയാണ് ചിലവാക്കിയിട്ടുള്ളത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ കായലിൽ നിന്നുള്ള ഫോർട്ട് കൊച്ചിയുടെയും കാഴ്ചകളൊക്കെ മനോഹരമാണ്.
കപ്പലുകളൊക്കെ കടന്നു പോകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വന്നപ്പോൾ കണ്ട ആ ഒരു വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും നമ്മൾ കണ്ട 1 എന്ന് പറയുന്ന കണ്ടെയ്നറും അവിടെയുണ്ട്. ആ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ലോഡിങ്ങാരെ വല്ലതും വിടുവായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ടവർ ഇത് ഇറക്കി താഴെ വെച്ചേനെ. നമ്മളതിൽ ആ ബോട്ടിൻ്റെ അകത്ത് നിന്ന് വിശാലമായ കപ്പലിൻ്റെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ആ ആകാശമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ആകാശമൊക്കെ നല്ല, ഞാൻ പറഞ്ഞത് ഇന്നൊക്കെ രാവിലെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങൾ, ഈവനിങ്, ആ 2 സമയത്തും ഈ ബോട്ടിലുള്ള ഒരു യാത്ര അതിമനോഹരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വാട്ടർ മെട്രോ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംയോജിത ജലഗതാഗത സംവിധാനമാണ്. അതായത് പല ദ്വീപുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആദ്യത്തെ ഒരു സംവിധാനമാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ച ആളുകൾ ആരാണെങ്കിലും അവർ വലിയൊരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. ആ ഒരു സല്യൂട്ട് തുടർന്നും നിങ്ങൾക്ക് നൽകി പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കോട്ടയം പോലുള്ള പ്രദേശങ്ങളുണ്ട്. കാരണം കോട്ടയത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം കോട്ടയം ജില്ലയിൽ ഒരുപാട് ഈ പറഞ്ഞ ജല സ്രോതസ്സുകളും അല്ലെങ്കിൽ ജല ഗതാഗത മാർഗങ്ങളുമുണ്ട്. അവിടെയെല്ലാം ഓടുന്ന ബോട്ടുകളുടെ അവസ്ഥ അത്രയ്ക്ക് ശോകകരമാണ്. നമ്മളേലും ഇത്തരത്തിലുള്ളൊരു ബോട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യാത്രാ സൗകര്യവും കൊച്ചിയിൽ മാത്രം പോരാ എന്ന ഒരു ആവശ്യക്കാരനാണ്. നമ്മൾ ആ 1 എന്ന് പറയുന്ന കണ്ടെയ്നർ ഷിപ്പ് അവിടെ കിടപ്പുണ്ട്. നമ്മളതിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ വാട്ടർ മെട്രോയിൽ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു യാത്രയാണത്. കാരണം 40 രൂപ ചെലവിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആയാൽ വെറും 80 രൂപ ചെലവിൽ നമുക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ച് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പം ഈ ഇങ്ങോട്ടേക്ക് കയറി വന്നത് MSC എന്ന് പറയുന്ന ആ ഒരു ഷിപ്പും അവിടെ കിടപ്പുണ്ട്. ഈ ആളുകളെല്ലാം ആ ഒരു ഷിപ്പിൻ്റെ കാഴ്ചകൾ മൊബൈലിൽ പകർത്തുന്ന തിരക്കിലാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് പോയപ്പം ഈ പറഞ്ഞ MSC എന്ന് പറയുന്ന ആ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇങ്ങോട്ട് വരും നമ്മൾ കണ്ടിരുന്നു. അതേതായാലും ആ കണ്ടെയ്നർ ടെർമിനലിനോട് അടുപ്പിച്ച് കിടക്കുന്നുണ്ട്. ഈ 2 ഷിപ്പുകളുമായിട്ട് ഒരുപാട് കണ്ടെയ്നറുകളുണ്ട്. ഇവരിത് കണ്ടെയ്നറുകൾ ഇറക്കുകയാണോ കയറ്റുകയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏകദേശം 25 മിനിറ്റ് യാത്രയാണ് വൺ സൈഡായിട്ട് ഈ റൂട്ടിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാൽ 1 മണിക്കൂർ യാത്ര. എന്നിരുന്നാലും 80 മണിക്കൂർ രൂപ ചിലവാക്കിയാൽ ആ ഒരു മണിക്കൂർ നമുക്ക് ഈ കൊച്ചിയുടെ കായലിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു കായലിൻ്റെ മനോഹാരിത നമുക്ക് കൃത്യമായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും. നമ്മളത് ദൂരെയായിട്ട് കാണുന്നത് കൊച്ചി സിറ്റിയാണ്. പണ്ട് ചെറുപ്പത്തിൽ ഈ പറഞ്ഞ മറൈൻ ഡ്രൈവ് വന്ന് നിൽക്കുമ്പോൾ അക്കരെ കാണുന്നത് ദുബായ് ആണെന്ന് വിചാരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് കൊച്ചിയിലോട്ട് പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ഈ ഒരു വാട്ടർ മെട്രോ കിട്ടിയ അവാർഡുകളെ പറ്റിയെല്ലാം കൃത്യമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയൊരു പ്രൊജക്റ്റാണ് കേട്ടോ. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുമെന്ന് പറയുന്ന പോലെ നല്ല പ്രൊജക്റ്റുകൾ ചെയ്താൽ അതിനുള്ള അംഗീകാരം തേടിയെത്തുക തന്നെ ചെയ്യും. എന്നാൽ മോശം കാര്യങ്ങളാണ് അല്ലെങ്കിൽ നല്ലത് മോശം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ യാതൊരുവിധ അംഗീകാരങ്ങൾ കിട്ടുകയുമില്ല. ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള പുതിയ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണമെന്ന് അതാത് സർക്കാരുകളോട് നമ്മളൊരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ്. നമ്മളേതായാലും തിരികെ ആ ഒരു കൊച്ചിയുടെ മണ്ണിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫോർട്ട് കൊച്ചിയൊക്കെ കടലിലൂടെ പോയി കീഴടക്കി തിരികെ നമ്മൾ കൊച്ചിയിലോട്ട് എത്തിയിരിക്കുകയാണ്. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ വെട്ടിപ്പിടിക്കലും
കീഴടക്കലുമെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.